ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഏറ്റവും അഭിമാനകരമായ നിമിഷം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു, അതിന് പിന്നാലെ അത് അതിജീവിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നു, അതിനുശേഷം ഒരു 100% വിജയം കരസ്ഥമാക്കുന്നു. മേപ്പാടി സ്കൂൾ എല്ലാ മേഖലകളിലും എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു മാതൃകയായി സംസ്ഥാനത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും ലോകത്തിനും ഒക്കെ തന്നെ മാതൃകയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ജോഷില, എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര പറഞ്ഞതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഞാനടക്കം ഇവിടെ നിൽക്കുന്നത്. ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് എങ്ങനെ പരീക്ഷ എഴുതിക്കാൻ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കും എന്ന് പോലും അറിയാതെ സ്തംഭിച്ചു നിന്നിരുന്ന ഒരു സമയത്ത് ഉയർത്തെഴുന്നേറ്റ അധ്യാപകർ, അവർക്ക് മേപ്പാടി സ്കൂളിലെ അധ്യാപകർ വെള്ളാർമല സ്കൂൾ തകർന്നടിഞ്ഞ സമയത്ത് അവിടെ മേപ്പാടി സ്കൂൾ അവരെ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് വേണ്ടുന്ന ആതിഥേയത്വം അരുളുന്നു. എല്ലാ വിധത്തിലും മേപ്പാടി സ്കൂളിലെ അധ്യാപകർ അവർ വെള്ളാർമലയിലെ അധ്യാപകരെ സ്വീകരിക്കുന്നു, ഇവിടേക്ക് എത്തിക്കുന്നു, കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കുന്നു, രാവും പകലുമില്ലാതെ കുട്ടികളെ പഠിപ്പിക്കുന്നു. എല്ലാം കൊണ്ടും അഭിമാനാർഹമായ നേട്ടം എന്ന് പറയാം. ഒരു ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് പരീക്ഷ എഴുതി വിജയിച്ച വിദ്യാർത്ഥികൾ 100% വിജയം കരസ്ഥമാക്കി എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണിത്. ഒരു A+ ഉണ്ട്. A+ നേടിയ കുട്ടി ആദിൽ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആദിലിനോട് നമുക്ക് സംസാരിക്കാം. ആദിൽ, എന്ത് പറയുന്നു വിജയത്തെക്കുറിച്ച്? വളരെയധികം സന്തോഷമുണ്ട്. എന്താണ് വേറെന്താ പറയാനുള്ളത് എഴുതുന്ന ഒരു സമയത്തെ കുറിച്ചൊക്കെ? പരീക്ഷ എഴുതുമ്പോൾ ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സാറുമാരുടെ മോട്ടിവേഷനും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു എക്സാം. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടിരുന്നു അല്ലേ? ആ, വീട്ടിൽ വെള്ളവും ഇതൊക്കെ ചളിയൊക്കെ കയറിയിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷ് നമ്മളുടെ കൂടെ ഉണ്ട്. വെള്ളാർമല സ്കൂൾ തകർന്നടിഞ്ഞ സമയത്ത് അന്ന് എല്ലാവർക്കും അറിയാം ഉണ്ണികൃഷ്ണൻ മാഷ് എന്നെ ലോകം പരിചയപ്പെടുന്നത് ആ സമയത്താണ്. ഉണ്ണികൃഷ്ണൻ മാഷും വളരെയധികം പൊട്ടിക്കരഞ്ഞ ഉണ്ണികൃഷ്ണൻ മാഷ് ഇപ്പോൾ സന്തോഷ നിർവൃതിയിലാണെന്ന് പറയാം. എന്താ പറയുന്നത്? ഒരു പാട്ട് പാടല്ലേ? സന്തോഷം. ഞങ്ങളെല്ലാവരും കൂടി ഇവരെ സ്വീകരിച്ച ദിലീപ് മാഷ് അടക്കം ഇവിടെയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടണം എന്നാണ് പറയുന്നത്. എന്തായാലും അത്രയധികം സന്തോഷത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഹെഡ് മാഷ് ദിലീപ് മാഷ് ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ മാഷ്, എല്ലാവരും കൂടി ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരും നിരന്നിരിക്കുകയാണ്. അതിജീവനമീ ജീവിതം അതിനതിരില്ലെന്നീ മാനസം, അതിജീവനമീ ജീവിതം അതിനതിരില്ലെന്നീ മാനസം. ചിറകുകൾ ഒരു മയിലൊരേ സ്വരത്തിൽ സൂര്യമുഖം തേടുന്നു, ചിറകുകൾ ഒരു മയിലൊരേ സ്വരത്തിൽ സൂര്യമുഖം തേടുന്നു. ഞങ്ങൾ ഉയർത്തെണീറ്റു വരുന്നു, ഞങ്ങൾ ഉയർത്തെണീറ്റു വരുന്നു. ലാ 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 ലാ. ഭദ്ര, മന്ത്രി ശിവൻകുട്ടി ഇവരെ വിളിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷയും ദിലീപ് മാഷയും വിളിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷോട് എന്താ പറഞ്ഞത്, എന്താ സന്തോഷം പങ്കുവെച്ചതെന്ന് നമുക്കറിയാം. എന്താ പറഞ്ഞത് മന്ത്രി? അദ്ദേഹത്തിനും വലിയ സന്തോഷമായി. കാരണം അദ്ദേഹം നേരിട്ട് ഇവിടെ വന്ന് എല്ലാം കണ്ട ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒരുപാട് സന്തോഷം. ആ വിളിച്ചതിലുള്ള ഞങ്ങൾക്ക് അങ്ങോട്ടുമുള്ള സന്തോഷവും വിദ്യാഭ്യാസ വകുപ്പിനുള്ള നന്ദിയും ഒക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്, ഞങ്ങളെ ചേർത്ത് നിർത്തിയത് ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. ഒപ്പം ലോകത്തിലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതാണ് അതിജീവനമെന്ന് ഞങ്ങൾ സമർപ്പിക്കുക. അന്ന് വെള്ളാർമല സ്കൂളിനെ ചേർത്ത് നിർത്തിയ അധ്യാപകർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ദിലീപ് മാഷായിരുന്നു പിന്നീട് വെള്ളാർമല സ്കൂളിന്റെ ഹെഡ് മാഷായി വന്നത് അല്ലേ ഇവിടേക്ക്? ദിലീപ് മാഷാണ് അന്ന് ഇതിനൊക്കെ നേതൃത്വം നൽകിയത്. ദിലീപ് മാഷോട് ചോദിക്കാം, എന്താണ് മാഷേ, അഭിമാനമുണ്ടോ ഈ ഒരു അവസരം? തീർച്ചയായിട്ടും ഏറ്റവും അഭിമാന നിമിഷങ്ങൾ തന്നെയാണ്. ഒരു അതിജീവനത്തിന് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല മാതൃക തന്നെയാണ് വെള്ളാർമല സ്കൂൾ. ഈ അധ്യാപകരും ഇവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ രക്ഷിതാക്കളും. അന്നത്തെ ഒരു പരിശീലനം എങ്ങനെയാണ്? കുട്ടികൾക്ക് ഒരുപാട് പോർഷനൊക്കെ നഷ്ടപ്പെട്ടിരുന്നു, അത് പഠന സമയമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് പരീക്ഷയിലേക്ക് കുട്ടികളെ എത്തിച്ചത് അതിൻ്റെ പിന്നിൽ വലിയ നിങ്ങളുടെ കഠിന പ്രയത്നം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും നാട്ടുകാർ കൂടി അറിയട്ടെ, പ്രേക്ഷകർക്ക് കൂടി അറിയാൻ, എന്തൊക്കെയാണ് നിങ്ങൾ അന്ന് കുട്ടികളെ പരീക്ഷാ ഹാളിൽ എത്തിക്കാൻ വേണ്ടി ചെയ്തത്? നമ്മൾ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധി കുട്ടികൾക്ക് മാനസികമായിട്ടൊരു പിന്തുണ നൽകുക എന്നുള്ളതാണ്. അതായിരുന്നു ആദ്യം വേണ്ടത്. അതിന് അധ്യാപകർ നല്ല സന്നദ്ധരായി അവർ കുട്ടികളെ മനസ്സറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുകൊണ്ടിരുന്നു. അതായിരുന്നു ആദ്യ പടിയായിട്ട് ചെയ്യേണ്ടിയിരുന്നു. പിന്നീട് അവർ കുട്ടികൾക്ക് 10-32 പ്രവൃത്തി ദിനങ്ങൾ അധ്യയന ദിനങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷെ ഒക്കെ ചേർത്ത്
ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അതിരാവിലെ തന്നെ ഇവിടെ എനിക്ക് 7 മണിക്ക് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുക. രാത്രി 9-9:30 മണിയോട് കൂടിയായിരുന്നു ക്ലാസ്സുകൾ അവസാനിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് നല്ല ചിട്ടയായ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒട്ടനവധി സഹായങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാത്രമല്ല മറ്റെല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ട സഹായങ്ങളും എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. അതിന് എനിക്ക് തോന്നുന്നത് ഇത്തരം അവസരങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്കൊരു പാഠം നൽകാൻ പറ്റുന്ന ഒരു അതിജീവനത്തിൻ്റെ ഒരു തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്കൊരു പാഠം നൽകാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഭദ്ര, കുട്ടികളുടെ ആ കാലത്തെ പരീക്ഷാ കാലത്തെ അച്ഛനും അമ്മയുമായി വർക്ക് ചെയ്തവരാണ് ഈ അധ്യാപകരെല്ലാം തന്നെ. അന്ന് കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരും കൂടി പരീക്ഷ എഴുതിയിട്ടുണ്ട്. അന്ന് കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് എത്തിച്ച, പരീക്ഷ എഴുതുന്നത് വരെ എത്തിച്ച ആളുകളാണ്. ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് കുട്ടികൾ ഈ ഒരു വലിയ വിജയം കൈവരിച്ചിരിക്കുന്നത്. മറ്റ് എല്ലാ സ്കൂളുകളിലും ലഭിക്കുന്നത് പോലുള്ള ഒരു വിജയമല്ല. ദുഃഖത്തെ ഇല്ലാതാക്കിക്കൊണ്ട് പരീക്ഷ എഴുതിക്കൊണ്ട് വരിച്ച വിജയമാണ്. അവരെ പ്രാപ്തരാക്കിയ അധ്യാപികമാർ ഞങ്ങളുടെ കൂടെയുണ്ട്. എന്താണ് ടീച്ചർ പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടും അതുപോലെ രക്ഷിതാക്കളോടും ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിജയം ഞങ്ങൾ അർപ്പിക്കുകയാണ്. എന്ത് പറയാൻ ടീച്ചറെ? സന്തോഷ നിമിഷം എങ്ങനെ പറഞ്ഞറിയിക്കണം ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്നാലും എന്താ പറയുക, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മുടെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ പരീക്ഷയ്ക്ക് സന്നദ്ധരാക്കുകയും അങ്ങനെ നേടിയിട്ടുള്ള ഈ വിജയം നമ്മളെ വിട്ടുപോയിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. എല്ലാ സമയത്തും രാവും പകലും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ UP അധ്യാപികയാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കുട്ടികളെ ഒരുപോലെ ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭദ്ര, ഇതാണ് എന്തായിരിക്കണം ഒരു അധ്യാപകനും അധ്യാപികയും ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമായിരുന്നു അന്ന് വെള്ളാർമലയിലെയും മേപ്പാടിയിലെയും സ്കൂളിലെ അധ്യാപികമാരും അധ്യാപകന്മാരും എന്നുള്ളതാണ്. എന്തായാലും അതിനുള്ള റിസൾട്ട് വന്നിരിക്കുന്നു. അവർക്ക് ഏറ്റവും സന്തോഷം നൽകിയ, എല്ലാ ദുരന്തത്തെയും അതിജീവിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല സന്തോഷം നൽകിയ റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു കുട്ടിക്ക് ഫുൾ A+ ലഭിച്ചിരിക്കുന്നു. ആ കുട്ടിയാണ് ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടത്. ഭദ്ര, തീർച്ചയായും ജോഷ്ല, എന്തായാലും ആ അധ്യാപകരുടെയും ആ വിദ്യാർത്ഥികളുടെയും ഒക്കെ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. 100% വിജയം മേപ്പാടി സ്കൂൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ജോഷ്ലയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.